ദൈവമേ കാത്തുകൊള്ളങ്ങും കൈവിടാതിന്നു ഞങ്ങളെ നാവികൻ നീവാർപ്പിക്കോരാവിവൻ തോണി പിൻപദം ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണം പൊരുളുങ്ങിയാൽ നിന്നിടും തെക്കുപോലുള്ളം നിന്നില സ്വന്തമാകണം. വീർപ്പാട് കാനക്കരി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ മകരവിളക്ക് മഹോത്സവം ജനുവരി 10 മുതൽ 15 വരെ നടത്തപ്പെടുകയാണ്. മഹോത്സവത്തിന്റെ ഭാഗമായി ഞായറാഴ്ച വൈകുന്നേരം കലവറ നിറയ്ക്കൽ ഘോഷയാത്ര സംഘടിപ്പിച്ചു. ജനുവരി 12 തിങ്കളാഴ്ച വൈകുന്നേരം 6:30 ഭഗവതി സേവ, തുടർന്ന് രാത്രി 8:30 ഗാനമേളയും അരങ്ങേറും. 13 ചൊവ്വാഴ്ച വൈകുന്നേരം 6:30 സർപ്പബലി, രാത്രി 8:15 അനുമോദന സദസ്സ്, 9 മണിക്ക് കലാസന്ധ്യ. ജനുവരി 14 ബുധനാഴ്ച വൈകുന്നേരം 5:30 മഹാസർവേശ്വര്യ പൂജ, തുടർന്ന് രാത്രി 8 മണിക്ക് നൃത്താർച്ചന. സമാപന ദിവസമായ ജനുവരി 15 വ്യാഴാഴ്ച രാവിലെ 7:30 പ്രതിഷ്ഠാദിന വാർഷിക മഹോത്സവം വിശേഷാൽ അഭിഷേകം, രാത്രി 7:30 കാവടി ഹിഡുംബൻ പൂജ, രാത്രി 8:30 കാവടി താലപ്പൊലി ഘോഷയാത്രയും നടക്കും. തുടർന്ന് രാത്രി 9:30 നാട്ടരങ്ങ് അരങ്ങേറും. കാനക്കരി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ മകരവിളക്ക് മഹോത്സവത്തിന് ആരംഭം കുറിച്ചുകൊണ്ട് വരുന്ന 5 നാളുകൾ ക്ഷേത്ര ഊട്ടുപുരയിൽ നടക്കുന്ന അന്നദാനത്തിനുള്ള ഭക്ഷ്യധാന്യങ്ങളുമായി ഒരുപാട് ഗുരുദേവ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട കാനക്കരി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം വീർപ്പാടിന്റെ മകരവിളക്ക് മഹോത്സവം 10-ാം തീയതി ആരംഭിച്ചു. നാടിന്റെ ഈ മഹോത്സവത്തിന് ഈ നാട് സമർപ്പിച്ച ഏറ്റവും മഹത്തരമായ ഒന്ന് ക്ഷേത്രത്തിന് നടപ്പാതയും ക്ഷേത്രത്തിന് കമാനവും ഗോപുരവും നിർമ്മിക്കാൻ സാധിച്ചു. എല്ലാ ആളുകളുടെയും സഹകരണത്തോടുകൂടി ക്ഷേത്രത്തിന്റെ 500ഓളം കുടുംബങ്ങൾ പങ്കെടുക്കുന്ന 10 കുടുംബയോഗത്തിന്റെ ഭാഗമായിട്ടാണ് നടപ്പാതയും ഗോപുരവും നിർമ്മിക്കാൻ സാധിച്ചത്. അതിന്റെ ഉദ്ഘാടനം സമർപ്പണം SNDP യോഗത്തിന്റെ ദേവസ്വം സെക്രട്ടറി അരയാക്കണ്ടി സന്തോഷ് സാർ നിർവഹിച്ചു. SNDP യോഗത്തിന്റെ നേതാവ് KV അജി അടക്കമുള്ള ആളുകൾ ആ ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ന് 11-ാം തീയതി തൊട്ട് ആരംഭിക്കുന്ന മഹോത്സവത്തിൽ വ്യത്യസ്ത കലാപരിപാടികളോടൊപ്പം ക്ഷേത്ര ചടങ്ങുകളോടൊപ്പം എല്ലാ ദിവസവും തന്നെ പരിപാടി അവതരിപ്പിച്ചുകൊണ്ട് ഈ നാടിന്റെ ഉത്സവമായിട്ട് മകരവിളക്ക് മഹോത്സവം മാറുകയാണ്. ആ മാറ്റത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ ഒരു നാട് ഒന്നാകെ ഒരുങ്ങിക്കൊണ്ടാണ് ഈ മഹോത്സവം നടത്തപ്പെടുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് കൈകൊട്ടിക്കളി, അതേപോലെ ഭക്തിഗാന സുധ അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നു. നാളെ കേരളത്തിൽ തന്നെ കണ്ണൂർ ജില്ലയിൽ ഏറ്റവും നല്ല ഗാനമേള ട്രൂപ്പായ മഴവിൽ മനോരമ ഫ്രെയിം അനുഗ്രഹ് നേതൃത്വം നൽകിക്കൊണ്ട് പ്രശസ്ത ഗായകർ പങ്കെടുത്തുകൊണ്ട് നാളെ രാഗമാലിക കണ്ണൂരിന്റെ ഗാനമേള നടക്കുന്നു. അതോടൊപ്പം ത്രയംബകയുടെ നാട്ടരങ്ങ് അടക്കമുള്ള എല്ലാ ദിവസവും പ്രാദേശിക പരിപാടികൾ അടക്കം ഒരുക്കിക്കൊണ്ട് അനുമോദന സദസ്സ് ഒരുക്കിക്കൊണ്ടാണ് ഈ ചടങ്ങ് നടക്കുന്നത്. അനുമോദന സദസ്സിന്റെ ഉദ്ഘാടനം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് കുര്യൻ നിർവഹിക്കുന്നു. അതോടൊപ്പം ആ ചടങ്ങിൽ SNDP യോഗത്തിന്റെ ഇരിട്ടി യൂണിയൻ സെക്രട്ടറി ബാബു മാസ്റ്റർ അടക്കമുള്ള ആളുകൾ പങ്കെടുത്തുകൊണ്ടാണ് നടക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഈ ഉത്സവത്തോടനുബന്ധിച്ച് ഗോപുരം സമർപ്പിച്ച കുടുംബങ്ങളെ ആദരിക്കുന്നു. ആദരവ് ബഹുമാനപ്പെട്ട ആറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ശോഭ നിർവഹിക്കുന്നു. അതോടൊപ്പം ഓരോ ദിവസവും ക്ഷേത്രത്തിൽ വരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും അന്നദാനം കൊടുക്കുക എന്നാണ് 2013 അക്ഷയ തൃതീയ ദിവസം പുനഃപ്രതിഷ്ഠ നടത്തിയ കാനക്കരി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ ഏറ്റവും മഹത്തരമായ ഒരു കർമ്മം. ആ അന്നദാനം ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും ഒന്നായി കോർത്തിണക്കിക്കൊണ്ടാണ് നടത്തപ്പെടുന്നത്. അതിന്റെ ഭാഗമായിട്ട് അന്നദാനം കൊടുക്കുന്നതിന് കലവറ നിറയ്ക്കലിന് യഥേഷ്ടം പല വ്യഞ്ജനങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് നാട്ടുകാർ ഒന്നായി ചേരുന്ന ഉത്സവമാണ്. ഈ ഉത്സവത്തിന് എല്ലാ ആളുകളും പങ്കെടുക്കണമെന്നും കാനക്കരി ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹവും ഗുരുവിന്റെ അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടാകണമെന്നും മാത്രം സൂചിപ്പിക്കുന്നു.